വെൽക്കം ടു ദ വീഡിയോ. ഈ വീഡിയോയിൽ കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺസിനെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. നൗൺസ് എന്ന് വെച്ചാൽ എന്താണ്? നെയിം ഓഫ് എ പ്ലേസ്, പേഴ്സൺ, തിങ്, അങ്ങനെ എന്തിൻ്റെ പേരുകൾ, നെയിം ഓഫ് എനിത്തിങ് ആൻഡ് എവരിതിങ് എന്ന് പറയാം നമുക്ക്. അപ്പോൾ ഈ നൗൺസിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നൗൺസ് ഉണ്ട്. കോമൺ നൗൺ, പ്രോപ്പർ നൗൺ, അബ്സ്ട്രാക്ട് നൗൺ, കളക്റ്റീവ് നൗൺ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതൊന്നുമല്ല നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. കൗണ്ടബിൾ നൗണ്, അൺകൗണ്ടബിൾ നൗൺ, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത്. എന്താണെന്ന് നോക്കാം. Nouns can be countable or uncountable. Nouns countable noun ഉണ്ട്, uncountable അല്ലെങ്കിൽ non countable nouns ഉണ്ട്. എന്താണെന്ന് നോക്കാം. കൗണ്ടബിൾ നൗൺസ്. കൗണ്ടബിൾ എന്ന് വെച്ചാൽ ആ പേരിൽ തന്നെ ഉണ്ട് കൗണ്ട് ചെയ്യുക. എന്താണ് കൗണ്ട് ചെയ്യുക പറഞ്ഞാൽ? എണ്ണുക. Countable nouns are the names of objects, people, etc. that we can count. അപ്പോൾ കൗണ്ടബിൾ നൗൺസ് എന്ന് പറഞ്ഞാൽ അത് ഒബ്ജക്റ്റിന്റെ പേരാവാം അല്ലെങ്കിൽ പീപ്പിളിന്റെ പേരാവാം, എന്താണെങ്കിലും അതിന് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. ആ പോയിന്റ് ആണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത്. കൗണ്ടബിൾ നൗൺസ് ക്യാൻ ബി കൗണ്ടഡ്. നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും, എണ്ണാൻ പറ്റും. ഇപ്പോൾ ബുക്ക് എക്സാമ്പിൾ നോക്കുക. കൗണ്ടബിൾ നൗൺസിന് നിറയെ കൗണ്ടബിൾ നൗൺസ് ഉണ്ട്. അതിൽ ബുക്ക്, പെൻ, ഓറഞ്ച്, ഡോക്ടർ, ലയൺ തുടങ്ങിയവ. അപ്പോൾ ഇതൊക്കെ കൗണ്ടബിൾ നൗണിൽ പെട്ടതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എത്ര ബുക്ക് ഉണ്ട്? ദർ ആർ സം പെൻസ്, കൗണ്ട് ഇറ്റ് എന്ന് പറഞ്ഞാൽ കൗണ്ട് ചെയ്യും എത്ര പെൻ ഉണ്ട് എന്ന്. അപ്പോൾ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. 1, 2, 3 എന്ന് പറഞ്ഞിട്ട് 1, 2, 3 ദർ ആർ 10 പെൻസ് എന്നൊക്കെ പറയാം. അപ്പോൾ കൗണ്ടബിൾ നൗൺസിന്റെ പ്രത്യേകത കൗണ്ട് ചെയ്യാൻ പറ്റും. ബുക്ക് ആണെങ്കിൽ ബുക്സ്, പെൻ ആണെങ്കിൽ പെൻസ്, അങ്ങനെ. ഇറ്റ് ഹാസ് പ്ലൂറൽ ഫോംസ്. അതുപോലെ തന്നെ കൗണ്ടബിൾ നൗണിന്റെ പ്രത്യേകത എന്താണ്? സിംഗുലർ ഫോമും ഉണ്ട്, പ്ലൂറൽ ഫോമും ഉണ്ട്. പ്ലൂറൽ ഫോം എങ്ങനെയാണ് നമ്മൾ മാറ്റുക? ബുക്ക് എന്നാണെങ്കിൽ ബുക്സ്, പെൻ എന്നാണെങ്കിൽ എസ് ചേർത്തുകൊണ്ട് പെൻസ്, ഡോക്ടർ, ഡോക്ടേഴ്സ്, അങ്ങനെ എസ് ചേർത്തുകൊണ്ട് നമുക്ക് സിംഗുലർ ഫോമിൽ നിന്നും പ്ലൂറൽ ഫോമിലേക്ക് മാറ്റാവുന്നതാണ്. ഏതിന്? കൗണ്ടബിൾ നൗൺസിന്. എന്നാൽ അൺകൗണ്ടബിൾ നൗൺസ് എന്താണ്? അൺകൗണ്ടബിൾ നൗൺസിന് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് നിങ്ങൾ വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. അൺകൗണ്ടബിൾ നൗൺസ് ആർ ദ നെയിംസ് ഓഫ് തിങ്സ് ദാറ്റ് വി കനോട്ട് കൗണ്ട്. അത് തിങ്സിന്റെ നെയിമുകളാണ്, ചില വസ്തുക്കളുടെയൊക്കെ പേരുകളായിരിക്കാം. അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അൺകൗണ്ടബിൾ അല്ലെങ്കിൽ നോൺ കൗണ്ടബിൾ നൗൺസിന്റെ പ്രത്യേകത. എക്സാമ്പിൾ നോക്കൂ, മനസ്സിലാവും. മിൽക്ക്, ഓയിൽ, ഷുഗർ, ഗോൾഡ്, ഓണസ്റ്റി, കറേജ്, അങ്ങനെ കുറേ അൺകൗണ്ടബിൾ നൗൺസും ഉണ്ട്. അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. മിൽക്ക് എന്ന് വെച്ചാൽ എത്ര മിൽക്ക് ഉണ്ട് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. അതായത് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഹാസ് ഓൺലി വൺ ഫോം. അതിന് ഒരേ ഒരു ഫോം തന്നെയുള്ളൂ. അതിൽ എസ് ചേർത്തുകൊണ്ട് പ്ലൂറൽ ഫോം ഉണ്ടാക്കാൻ പറ്റുന്നൊന്നും നമുക്ക് അൺകൗണ്ടബിളിന്റെ കാര്യത്തിൽ പറയാൻ പറ്റില്ല. ഇപ്പൊ റൈസ് എന്ന് വെച്ചാൽ ആ ഒരു ഫോം തന്നെയാണ്. 2 റൈസസ് അല്ലെങ്കിൽ there are 10 റൈസസ് എന്നൊന്നും പറയില്ല. മിൽക്ക് ആണെങ്കിൽ ആ ഒരു ഫോം തന്നെ അതിനുള്ളൂ, അതിന് പ്ലൂറൽ ഫോം ഇല്ല. മിൽക്ക്, ഗോൾഡ് എന്നിങ്ങനെ എക്സാമ്പിൾസ്. കൗണ്ടബിൾ നൗൺസ് ആർ തിങ്സ് ദാറ്റ് വി ക്യാൻ കൗണ്ട്. കൗണ്ടബിൾ നൗൺസ് എന്താണ്? ദാറ്റ് വി ക്യാൻ കൗണ്ട്. നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും, എണ്ണാൻ പറ്റും കൗണ്ടബിൾ നൗൺസിന്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഐ ഈറ്റ് ആൻ ആപ്പിൾ എവറി ഡേ. ഞാൻ എന്നും ഒരു ആപ്പിൾ കഴിക്കുന്നു. ആൻ ആപ്പിൾ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ആപ്പിൾ എന്നാണ് അർത്ഥം. ആർട്ടിക്കിൾസ് എയും ആനും എന്തിനാ സൂചിപ്പിക്കുന്നത്? വൺ എന്നുള്ള, ഒന്ന് എന്നുള്ള അർത്ഥത്തിലാണ് എയും ആനും ഉപയോഗിക്കുക. ഐ ഈറ്റ് ആൻ ആപ്പിൾ എവറി ഡേ. ഞാൻ എന്നും ഒരു ആപ്പിൾ കഴിക്കുന്നു. ഐ ലൈക്ക് ആപ്പിൾസ്. എനിക്ക് ആപ്പിൾസ് ഇഷ്ടമാണ്. ഇവിടെ ആപ്പിൾസ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. എസ് ചേർത്തുകൊണ്ട് നമുക്ക് കൗണ്ടബിൾ നൗൺസിനെ പ്ലൂറൽ ആക്കാം. എ കൗണ്ടബിൾ നൗൺസ് ക്യാൻ ബി സിംഗുലർ ഓർ പ്ലൂറൽ. കൗണ്ടബിൾ നൗൺസ് ചിലപ്പോൾ സിംഗുലർ ആവാം, ചിലപ്പം പ്ലൂറലും ആവാം. ഓറഞ്ച്, ഓറഞ്ചസ്, ബുക്ക്, ബുക്സ്, സോങ്, സോങ്സ്, അങ്ങനെ എസ് ചേർത്തുകൊണ്ട് പ്ലൂറൽ ഫോമും നമുക്ക് ലഭിക്കും. ഏതിന്റെ? കൗണ്ടബിൾ നൗൺസിന്റെ. യൂസ് എ ഓർ ആൻ വിത്ത് സിംഗുലർ കൗണ്ടബിൾ നൗൺസ്. ഇപ്പൊ സിംഗുലർ കൗണ്ടബിൾ നൗൺസിനെ കാണിക്കുന്നതിനാണ് എയും ആനും ഉപയോഗിക്കുന്നത്. ആർട്ടിക്കിൾസിലത്തെ എയും ആനൊക്കെ എന്തിനാ സൂചിപ്പിക്കുന്നത്? സിംഗുലർ കൗണ്ടബിൾ നൗൺസ്. ഐ നീഡ് എ പെൻ എന്ന് വെച്ചാൽ എനിക്ക് ഒരു പെൻ ആവശ്യമുണ്ട്. ഐ നീഡ് ആൻ അംബ്രല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു അംബ്രല്ല ആവശ്യമുണ്ട്. അങ്ങനെ സിംഗുലർ കൗണ്ടബിൾ നൗൺസിന്റെ കൂടെ എയും ആനും ഉപയോഗിക്കുന്നു. എ സ്കൂൾ,
എ ടീച്ചർ, ആൻ അംബ്രല്ല. ഇങ്ങനെ നമുക്ക് എയും ആനും സിംഗുലർ കൗണ്ടബിൾ നൗൺസിന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. പ്ലൂറലിന്റെ കൂടെയല്ല. അത് വളരെ നന്നായി മനസ്സിലാക്കണം. വിത്ത് സിംഗുലർ കൗണ്ടബിൾ നൗൺസ്. അൺകൗണ്ടബിൾ നൗൺസ് ആർ തിങ്സ് വി കനോട്ട് കൗണ്ട്. അൺകൗണ്ടബിൾ നൗൺസിന് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല, എണ്ണാൻ കഴിയില്ല. ഐ ഈറ്റ് റൈസ് എവറി ഡേ. ഞാൻ എന്നും, റൈസ് എന്ന് വെച്ചാൽ അരിയാഹാരം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. ഞാൻ എന്നും അരിയാഹാരം കഴിക്കുന്നുണ്ട്. ഐ ലൈക്ക് റൈസ്. എനിക്ക് അരിയാഹാരം ഇഷ്ടമാണ്. ഇവിടെ റൈസ് തന്നെയാണ് സിംഗുലറിനും പ്ലൂറലിനും വരിക. അൺകൗണ്ടബിൾ നൗണിന് പ്ലൂറൽ ഫോം ഇല്ല. ഡോണ്ട് യൂസ് എ ഓർ ആൻ വിത്ത് അൺകൗണ്ടബിൾ നൗൺസ്. അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെ എയും ആനും ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കരുത്. എ റൈസ്, ഐ ഈറ്റ് എ റൈസ് എവരി ഡേ, അതൊക്കെ തെറ്റാണ്. ഐ ലൈക്ക് എ റൈസ് അങ്ങനെയൊന്നും പറയില്ല. എയും ആനും എന്തിന്റെ കൂടെ ഉപയോഗിക്കുന്നില്ല? അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെ ഉപയോഗിക്കില്ല. റൈസ്, സാൻഡ്, കറേജ് അങ്ങനെ വരുള്ളൂ. അതിൻ്റെ കൂടെ എസ് ചേർത്തുകൊണ്ട് വരില്ല. യൂസ് അൺകൗണ്ടബിൾ നൗൺസ് എലോൺ. അതിനെ ഒറ്റയ്ക്ക് ഉപയോഗിക്കുക. ഐ ഈറ്റ് റൈസ് എവരി ഡേ. ഞാൻ എന്നും അരിയാഹാരം കഴിക്കുന്നു. അനു ലൈക്സ് മ്യൂസിക്. അനുവിന് എന്ത് ഇഷ്ടമാണ്? മ്യൂസിക് ഇഷ്ടമാണ്. മ്യൂസിക് എന്ന് പറയുന്നതും അൺകൗണ്ടബിൾ നൗൺ ആണ്. അനു ലൈക്സ് എ മ്യൂസിക് എന്ന് പറയില്ല. എന്നാൽ അനു ലൈക്സ് എ സോങ് എന്ന് പറയാം. പക്ഷെ മ്യൂസിക് എന്ന് പറയുമ്പോൾ അത് അൺകൗണ്ടബിൾ ആണ്. അപ്പൊ അവിടെ എയോ ആനോ അങ്ങനെ ആർട്ടിക്കിൾസ് ഉപയോഗിക്കില്ല. There are 7 days in a week. ഇവിടെ ഡേയ്സ് എന്ന് പറയുന്നത് കൗണ്ടബിൾ നൗൺ ആണോ അൺകൗണ്ടബിൾ നൗൺ ആണോ? ഡേയ്സ് എന്ന് കാണിക്കുന്നത് എസ് ചേർത്തുകൊണ്ടാണ്. മൺഡേ ട്യൂസ്ഡേയിലത്തെ ഡേയുടെ കൂടെ എസ് ചേർക്കുന്നു. അപ്പൊ ഏതിനാണ് പ്ലൂറൽ ഫോമും കൂടി ഉള്ളത്? കൗണ്ടബിൾ നൗണിന്. അപ്പൊ ഇത് കൗണ്ടബിൾ നൗൺ ആണ് ഡേയ്സ്. എ വെജിറ്റേറിയൻ ഈസ് എ പേഴ്സൺ ഹു ഡസ് നോട്ട് ഈറ്റ് മീറ്റ്. ഇവിടെ മീറ്റ് എന്ന് പറയുന്നത് കൗണ്ടബിൾ നൗൺ ആണോ അൺകൗണ്ടബിൾ നൗൺ ആണോ? മീറ്റ് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ ആകുന്നു. ഐ ആം നോട്ട് ഗുഡ് അറ്റ് റൈറ്റിംഗ് സ്റ്റോറീസ്. ഞാൻ സ്റ്റോറീസ് എഴുതുന്ന കാര്യത്തിൽ അത്ര ഗുഡ് അല്ല എന്ന് പറയുന്ന സ്റ്റോറീസ് എന്ന് പറയുന്നത് കൗണ്ടബിൾ ആണ്. നമുക്ക് പറയാം there are 10 stories in that book. ആ ബുക്കിൽ 10 സ്റ്റോറി ഉണ്ട്. there are 10 stories. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കൗണ്ടബിൾ നൗൺ ആണ്. their house is very small. അവരുടെ ഹൗസ് വളരെ ചെറുതാകുന്നു. they have not got much space. അവർക്ക് അധികം സ്പേസ് ഇല്ല. അപ്പൊ ഇവിടെ സ്പേസ് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ്. യൂസ് സം, എനി, മച്ച്, ലിറ്റിൽ വിത്ത് അൺകൗണ്ടബിൾ നൗൺസ്. ഇനി നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട് എന്നൊക്കെ കാണിക്കണമെങ്കിൽ എന്തൊക്കെ ചേർക്കാം? സം ചേർക്കാം, എനി ചേർക്കാം, മച്ച്, ലിറ്റിൽ ഇവയൊക്കെ എന്തിന്റെ കൂടെ ചേർക്കാം? അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെ ചേർക്കാവുന്നതാണ്. സം, എനി, മെനി, ഫ്യൂ വിത്ത് കൗണ്ടബിൾ നൗൺസ്. കൗണ്ടബിൾ നൗണിന്റെ കൂടെ ചേർക്കാൻ പറ്റുന്നതോ? സം, എനി, മെനി, ഫ്യൂ. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും സമ്മും എനിയും അത് അൺകൗണ്ടബിളിന്റെ കൂടെയും ചേർക്കാം, കൗണ്ടബിളിന്റെ കൂടെയും ചേർക്കാം. എന്നാൽ മച്ച്, ലിറ്റിൽ ഇത് ഏതിന്റെ കൂടെ ചേർക്കുക? അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെ. മെനി, ഫ്യൂ അത് ഏതിന്റെ കൂടെ ചേർക്കുക? കൗണ്ടബിൾ നൗണിന്റെ കൂടെ. അപ്പൊ ഒരിക്കലും മെനി അൺകൗണ്ടബിളിന്റെ കൂടെ ചേർക്കാൻ പാടില്ല, മച്ച് കൗണ്ടബിളിന്റെ കൂടെയും ചേർക്കാൻ പാടില്ല. അപ്പൊ ഈ നെക്സ്റ്റ് വീഡിയോ ലിറ്റിൽ, ഫ്യൂ എന്നുള്ള ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ലിറ്റിലും ഫ്യൂവും തമ്മിലുള്ള ഡിഫറൻസ്? അപ്പൊ ഇതിൽ ഈ കൗണ്ടബിൾ നൗണിലും അൺകൗണ്ടബിൾ നൗണിലും ഉള്ള നോളേജ്, ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വെരി ഈസിലി.